പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. JDC വില്ലേജ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ച് ഞങ്ങളുടെ കൂടെ കൂട്ടുകൂടുക. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ജ്യൂസാണ്, കുക്കുംബർ ജ്യൂസാണ്. വളരെ സ്വാദിഷ്ടവും അതുപോലെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു കുക്കുംബർ ജ്യൂസാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഡയറ്റൊക്കെ നോക്കുന്ന ആളുകൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കുക്കുംബറാണ്. അതുപോലെ നമ്മുടെ സലാഡിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റി കുക്കുംബറാണ്. ഇത് കൂടുതലും വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചില കർഷകർ മഴമറയത്തും മറ്റും ഇത് കൃഷി ചെയ്ത് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്ന അവിടെ നിന്ന് വാങ്ങിച്ച് നിങ്ങൾക്കിത് ജ്യൂസായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ സലാഡിലൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 15ഓളം കുക്കുംബർ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ അതിനാവശ്യമായുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേക അളവില്ല, നിങ്ങളുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് അത് കൂടുതലോ കുറവോ ആക്കാം. അതുപോലെ തന്നെ ഇതിന് മധുരത്തിന് നിങ്ങൾക്ക് തേന് ഉപയോഗിക്കാവുന്നതാണ്. ഒരു അരമുറി നാരങ്ങയുടെ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു ചെറിയ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് കാന്താരി ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ എരിവനുസരിച്ച് ഉപയോഗിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം കൂട്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. കുക്കുംബർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു പകുതി ഇപ്പോൾ എടുക്കുന്നുള്ളൂ, ഒന്നിച്ച് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പകുതി അടിച്ചു എടുക്കുക. നിങ്ങളുടെ മിക്സിയുടെ ജാറിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് ഇതിലിടുക. നമുക്ക് മുളക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. വലിയ പീസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അരിഞ്ഞ് കിട്ടാനായിട്ട് പാട്ടാണ്. ഇഞ്ചിയുടെ ഒക്കെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നതാണ്. അതുപോലെ പച്ചമുളകിൻ്റെ എരിവുമൊക്കെ വളരെ രസമുള്ള ടേസ്റ്റ് തരുന്നതാണ്. അപ്പോൾ ഞാൻ പഞ്ചസാര ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. പകുതി ഇപ്പോൾ ഇടുന്നു, ബാക്കി നമുക്ക് അടുത്ത ട്രിപ്പിലിടാം. അതുപോലെ നാരങ്ങയുടെ ജ്യൂസ് അത് അവസാനം നമുക്ക് ജ്യൂസിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി. അപ്പോൾ ആ ജ്യൂസ് അതിൻ്റെ അകത്ത് മിക്സ് ആയിക്കോളും. അപ്പോൾ അത് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നാരങ്ങ ഇതിൻ്റെ അകത്ത് പിഴിഞ്ഞൊഴിച്ച് ജ്യൂസ് അടിക്കണമെന്നില്ല. അപ്പോൾ അത് ലാസ്റ്റ് ചെയ്താൽ മതി. മൊത്തം എടുക്കുന്ന ജ്യൂസിൻ്റെ അകത്ത് നമ്മൾ നാരങ്ങ പിഴിഞ്ഞിട്ട് അവസാനം അതൊന്ന് ഇളക്കിയെടുത്താൽ മതി, മിക്സ് ചെയ്താൽ മതി. ഓക്കെ. അതുപോലെ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് കുറവോ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ചേർക്കുന്നെങ്കിൽ തേനോ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ജ്യൂസ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ജ്യൂസ് മിക്സിയിൽ അടിച്ച് റെഡിയാക്കി കൊണ്ടുവന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് അത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു അരമുറി നാരങ്ങ എടുത്ത് നമുക്കതിൻ്റെ ജ്യൂസ് എടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. കുക്കുംബറിൻ്റെ അളവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലുള്ള മധുരവും അതുപോലെ നാരങ്ങ, എരിവ്, മുളക്, ഇഞ്ചി എല്ലാം കൂട്ടി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 15 കുക്കുംബറിൻ്റെ അളവാണ് ഇവിടെ കാണിച്ചതും പറഞ്ഞതും. അതുപോലെ ഇപ്പോൾ ചൂട് സമയമൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കുംബർ ജ്യൂസ് വീട്ടിലുണ്ടാക്കി കഴിക്കാവുന്നതാണ്. യാതൊരു കെമിക്കലോ മറ്റുള്ള വിഷാംശം കലർന്നതായിട്ടുള്ള ഒരു വസ്തുക്കളും നമ്മളിതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പ്രായഭേദമന്യേ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ജ്യൂസാണ്. നല്ല അടിപൊളി ജ്യൂസാണ്. അതായത് നമ്മുടെ മുന്തിരി ജ്യൂസ് എങ്ങനെ മിക്സിയിൽ ഉണ്ടാക്കി എടുക്കുന്നു അതുപോലെ തന്നെ നല്ല മിക്സായിട്ട് വരുന്നൊരു ജ്യൂസാണിത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം, അരിക്കാതെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് അരിക്കാതെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല സ്മൂത്തായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും. അപ്പോൾ പിന്നെ അരിക്കേണ്ട ആവശ്യമില്ല. അരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ്, അതായത് അതിൻ്റെ പിസറ കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്കത് ഒത്തിരി നഷ്ടമായിട്ട് വരും. അപ്പോൾ അത് അരിക്കാതെ തന്നെ മിക്സിയിൽ അടിച്ച് നന്നായിട്ട് എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് ഇളക്കിയെടുത്ത് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്കിത് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം, വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഐസ് ക്യൂബ് ഉപയോഗിക്കാം.
നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തണുപ്പ് കൂട്ടി ഐസോ അല്ലെങ്കിൽ ഇത് മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് ജ്യൂസ് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ റെഡിയാക്കി ജ്യൂസ് നോക്കാം. കണ്ടോ, നല്ല സൂപ്പറായിട്ടുള്ള മുന്തിരി ജ്യൂസ് പോലെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ജ്യൂസ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. ഒരുപക്ഷെ ഇത് പലരും ഉപയോഗിച്ചിട്ടുണ്ടാവും, എന്നാലും ഉപയോഗിക്കാത്തവരൊന്ന് ഉപയോഗിച്ച് നോക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കുടിക്കാൻ പാകത്തിന്. അപ്പോൾ നമുക്ക് നമ്മുടെ ജ്യൂസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പ്രിയപ്പെട്ടവർ, നല്ല ടേസ്റ്റാണ്. നമ്മുടെ മുന്തിരി ജ്യൂസൊക്കെ പോലെ തന്നെ നല്ല മിക്സിങ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ജ്യൂസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നല്ലതും ചീത്തയുമായ കമൻറ്റുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.